എല്ലാവർക്കും വാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാം ഭാവത്തിനെ പറ്റിയാണ്. മൂന്നാം ഭാവത്തിൽ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങൾ. മൂന്നിൽ രവി നിന്നാൽ ഐശ്വര്യം, ഉത്സാഹം, ശത്രുജേതാവും തൻ്റെടിയും ബലവാനായ രവി. മൂന്നിൽ നിന്നാൽ രാഷ്ട്രീയ പ്രവർത്തകൻ, പ്രശസ്തരായ സഹോദരീ സഹോദരന്മാർ. മൂന്നിൽ ചന്ദ്രൻ നിന്നാൽ ധനം, വിദ്യ, ശരീരബലം, നല്ല സഹോദരന്മാർ, ധൈര്യമില്ലാത്തവരായിരിക്കും, സ്ത്രീ സ്വഭാവക്കാരായിരിക്കും, നല്ല കൈയക്ഷരം എന്നിവയാണ് ഫലം. മൂന്നിൽ ചൊവ്വ നിന്നാൽ സന്തോഷത്തോടു കൂടിയവനായിരിക്കും, പ്രശക്തി, ദേശശക്തി, തൻ്റെ ഇടം, പട്ടാളം, പോലീസ് എന്നിങ്ങനെ ജോലി, പ്രയത്നം കൊണ്ട് ഭാഗ്യം നേടുന്നവരായിരിക്കും. മൂന്നിൽ ബുധൻ നിന്നാൽ ഇളയ സഹോദരി സഹോദരന്മാരിൽ നിന്നും അനുകൂല്യം, സൗമ്യശീലം, ഉപദേഷ്ടാവ്, കപടപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കും. മൂന്നിൽ ഗുരു നിന്നാൽ അലസ മനോഭാവക്കാരായിരിക്കും, സാധു, ദൈവാധീനക്കുറവ്, നല്ല ഭാര്യാഭർത്താവ്, സൽസ്വഭാവം, വരുമാനവർദ്ധന, പൂർവ്വദോഷം, അല്പസന്താനം, നല്ല കൈയക്ഷരം എന്നിങ്ങനെ ഫലം. മൂന്നിൽ ശുക്രൻ നിന്നാൽ ഭാര്യാഭർത്താവ് തമ്മിൽ യോജിപ്പില്ലായ്മയായിരിക്കും, ലൗകിക കാര്യങ്ങളിൽ താല്പര്യക്കുറവുണ്ടാവും, സാമ്പത്തിക നേട്ടം, സ്ത്രീകൾ മുഖേന ലാഭം, ആത്മീയ കാര്യങ്ങളിൽ അഭിരുചി, ഭാര്യയുടെ ഹിതത്തിലനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും. മൂന്നിൽ ശനി നിന്നാൽ ദീർഘായുസാണ്, ബുദ്ധിസാമർഥ്യം, നല്ല ഭാര്യ, സുഖസാമഗ്രികളുള്ള ഗ്രഹം, ഇളയ സഹോദരി സഹോദരന്മാർക്ക് സാധ്യതക്കുറവ്. മൂന്നിലെ ശനി യോഗകാരകനാവുന്നു. ശനി ലഗ്നാധിപതിയായി മൂന്നിൽ നിന്നാൽ സഹോദരനാശം ഭവിക്കുന്നില്ല, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും ഉള്ള കഴിവുണ്ടാവും. മൂന്നിൽ രാഹു നിന്നാൽ ദീർഘായുസാണ്, ധനപരമായി നേട്ടം, ബുദ്ധിക്കുറവുണ്ടെങ്കിലും നല്ല ശരീരബലവും ഭാഗ്യവാനുമായിരിക്കും. ചെവിക്കോ കണ്ണിനോ വൈകല്യം സംഭവിക്കാം. കുടുംബത്തിൽ അവസാനത്തെ സന്താനമായിരിക്കും. മൂന്നിലെ രാഹു ഐശ്വര്യപ്രദമായിരിക്കും. മൂന്നിൽ കേതു നിന്നാൽ സമ്പത്തും ഔദാര്യമുള്ളവനും, താഴെ സഹോദരനില്ലാത്തവനും, ദീർഘായുസുള്ളവനും, മാതാപിതാക്കൾക്ക് മനോദുഃഖം ഉണ്ടാക്കുന്നവരുമായിരിക്കും. വലിയ പ്രതിഭാശാലിയും ഉന്നതിയെ പ്രാപിക്കുന്നവരുമായിരിക്കും. മൂന്നിൽ ഗുളികൻ നിന്നാൽ വലിയ ഈശ്വരവിശ്വാസി, താഴെ സഹോദരി സഹോദരന്മാർ, ജനിച്ച് മരിച്ചു പോവുക, ദുഷ്കർമ്മം ചെയ്യുക, പരിവർത്തനത്തിന് വിധേയനാകുക. മൂന്നിൽ ഗുരു പ്ലസ് അതിനോടൊപ്പം കുജൻ നിന്നാൽ ആദ്യകാലങ്ങളിൽ സാമുദായിക വിരോധി, പിന്നെ സമുദായിക സ്നേഹി. മൂന്നിൽ ഗുരു ഗുളികൻ നിന്നാൽ വലിയ ആചാര്യനാകും. അപ്പോൾ ഇത് മൂന്നാം ഭാവത്തിനെക്കുറിച്ച് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരിയും ഹരിയും ഹരിയും.